ഇന്നലത്തെ ബീഫ് പുരട്ടിയതും പുട്ടും ചേർത്ത് നമുക്കൊരു പുട്ടു ബിരിയാണി ഉണ്ടാക്കാം. രാവിലെ ഉണ്ടാക്കി വെച്ച അരിപ്പുട്ട് ബീഫ് പുരട്ടി ചട്ടിയിലേക്ക് അമ്മ അങ്ങ് ഇട്ടു കൊടുത്തു. ഒരു തേങ്ങ എടുത്ത് ഉടച്ച് ആവശ്യത്തിന് ചിരകിയ ശേഷം ചട്ടിയിലേക്ക് ഇട്ടു. അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടു കൊടുത്തു. കുറച്ചും കൂടി സ്വാദ് കിട്ടാൻ പെരിഞ്ചീരകവും കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ടു കൊടുത്തു. എന്നിട്ട് കൈകൊണ്ട് നന്നായി കുഴച്ച ശേഷം അതിലെ ഇറച്ചി കഷ്ണങ്ങൾ കൈകൊണ്ട് ഞെവിടി ചേർക്കണം. പുട്ടും ബീഫും കുഴച്ച് വെച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ച് പുട്ടുകുടവും വെള്ളവും അടുപ്പിൽ വെക്കണം. അത് കഴിഞ്ഞ് പുട്ടുകുറ്റിയിലേക്ക് അല്പം തേങ്ങ ചിരകിയിട്ട് കൊടുത്തിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടും ബീഫും കുറ്റിയിലേക്ക് നിറച്ചു കൊടുക്കണം. കുറ്റി നിറച്ചു കഴിഞ്ഞാൽ നിറച്ച് വെച്ച പുട്ടുകുറ്റി പുട്ടുകുടത്തിലേക്ക് അമ്മ വെച്ചു കൊടുത്തു. ഇനി നല്ലതുപോലെ ആവി വരുന്നവരെ നമ്മൾ കാത്തിരിക്കണം. ഇതുപോലെ നന്നായി ആവി വന്നതിന് ശേഷം അടുപ്പിൽ നിന്നെടുത്ത് ചൂടോടെ ഒരു പാത്രത്തിലേക്ക് നീക്കിയിടണം. കൈകൊണ്ട് ഉടയ്ക്കുമ്പോൾ നല്ല ഒന്നാന്തരം ആവി പറക്കുന്നത് കാണാം. ഒരു പപ്പടവും കൂടി ചേർത്ത് ഇതുപോലെ കുഴച്ച് കഴിച്ചാൽ പിന്നെ പറയേണ്ട മക്കളെ.